അങ്ങനെ നമ്മുടെ സുധീഷും ഹരീഷും കൂടി ഇങ്ങനെ ബ്രോക്കറിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ബ്രോക്കർ വരുന്നുണ്ട്. ബ്രോക്കറോട് പറയുന്നുണ്ട്, ഞങ്ങൾ ഇനി പറഞ്ഞ പോലെയല്ല, ഒരു നല്ല പെൺകുട്ടി തന്നെ വേണം ഞങ്ങളുടെ ഏട്ടനെന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, ഞങ്ങളുടെ വീട്ടിൽ എനിക്ക് എൻ്റെ ഭാര്യയുണ്ട്, പിന്നെ ഇവനിതാ ഏകദേശം ഒരു പെൺകുട്ടി ശരിയായി, ഏട്ടൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് വേണം ഹരീഷിന് കല്യാണം കഴിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ബ്രോക്കർ പറയുന്നുണ്ട്, ആയിക്കോട്ടെ, ഞാനൊരു നല്ല പെൺകുട്ടീനെ കണ്ടെത്തിയിട്ട് വരാമെന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ എന്താ വെച്ചാൽ ബ്രോക്കർ ഫീസ് തരാമെന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ഹരീഷ്. എന്തായാലും ബ്രോക്കർ പോകുന്നുണ്ട്. പിന്നെ എന്തായാലും കുറച്ച് കഴിഞ്ഞ് രാത്രി ആകുമ്പോൾ നമ്മുടെ ബ്രോക്കർ വിളിക്കുന്നുണ്ട് നമ്മുടെ സുധീഷിനെ. എന്നിട്ട് പറയുന്നത്, നല്ല പെൺകുട്ടി ശരിയായിട്ടുണ്ട്, പക്ഷേ എന്തായാലും അവർക്ക് ജാതകം നോക്കണം എന്നാണ് പറയുന്നത്, അവർക്ക് ജാതകം വേണമെന്ന് പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഫോൺ കട്ടാക്കേണ്ട സുധീഷ്. എന്നിട്ട് പോയിട്ട് നമ്മൾ നിധിയോട് പറയുന്നുണ്ട്, ഒരു പെൺകുട്ടി ഏട്ടന് ശരിയായിട്ടുണ്ട് ഇത്ര, പക്ഷേ അവർക്ക് ജാതകം വേണം നോക്കണം എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നിധി പറയുന്നുണ്ട്, അതിന് ഇവിടെ ഏട്ടന് ജാതകം ഉണ്ടോ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹരീഷ് പറയുന്നത്, ഞങ്ങൾക്ക് ആർക്കും ഇവിടെ ജാതകം ഇല്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും സുധീഷ് ഏട്ടൻ വരുമ്പോൾ പതുക്കെ ഒന്ന് ജാതകത്തിൻ്റെ കാര്യം ചോദിച്ചു നോക്കുമെന്ന് പറയുന്നത് നിധി. എന്തായാലും നമ്മുടെ സുഭാഷ് ഏട്ടൻ പണി മാറ്റി വരുന്നുണ്ട്. നമ്മുടെ സുധീഷ് പതുക്കെ ചോദിക്കേണ്ടത്, ഏട്ടന് ജാതകം ഉണ്ടോ ചോദിക്കേണ്ടത്. ആ സമയത്ത് പെട്ടെന്ന് നമ്മുടെ സുഭാഷ് ഏട്ടൻ ചോദിക്കേണ്ടത്, എന്തിനാണ് അപ്പോൾ ജാതകം ചോദിക്കണമെന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മുടെ നിധി പറയുന്നത്, എൻ്റെ ഓഫീസിൽ ഒരു അസ്ട്രോളജർ വന്നിരുന്നു, അയാൾ എല്ലാവരുടെയും ജാതകം നോക്കി പറയുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നാളെ നമ്മുടെയൊക്കെ ജാതകം കൊണ്ടുവന്ന് നോക്കാമെന്ന്, അതുകൊണ്ടാണ് ചോദിക്കണമെന്ന് പറഞ്ഞു. ഇല്ല മോളെ, ഇവിടെ എനിക്കെന്നല്ല, ഇവിടെ ആർക്കും ജാതകം ഇല്ല, ആരും എഴുതിയിട്ടില്ല എന്ന് പറയുന്നത്. എന്തായാലും നമ്മുടെ സുഭാഷ് ഏട്ടൻ പോകേണ്ട ഉള്ളിലേക്ക്. ആ സമയത്ത് നമ്മുടെ നിധി ഒന്നും കൂടി ചോദിക്കുന്നത്, സുഭാഷ് ഏട്ടൻ ഒന്ന് അച്ഛനോട് ചോദിച്ചു നോക്കും, അച്ഛന് ചിലപ്പോൾ അറിയുണ്ടാവും എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഞാൻ പോയി വിളിച്ചിട്ട് വരാം അച്ഛനെന്ന് പറഞ്ഞിട്ട് പുറത്ത് പോയിട്ട് നമ്മുടെ സുഭാഷ് ഏട്ടൻ ഭാസ്കരനെ വിളിക്കുന്നുണ്ട്. ഭാസ്കരൻ ഉള്ളിൽ എന്താടാന്ന് ചോദിച്ചിട്ട്, അയാളാണെങ്കിൽ കള്ളു കുടിക്കുകയാണ്, എന്താടാന്ന് ചോദിച്ചിട്ട് ഉള്ളിൽ ദേഷ്യപ്പെട്ട് വരുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ സുഭാഷ് ഏട്ടൻ പതുക്കെ ചോദിക്കുന്നുണ്ട്, അച്ഛാ ഇവിടെ ഞങ്ങൾക്ക് ജാതകം ഉണ്ടോ, എന്തിനാണ് നിങ്ങൾക്ക് ഇപ്പോൾ ജാതകം എന്ന് ചോദിക്കുന്നുണ്ട്. നീതി പറയുന്നത്, ഞങ്ങൾ നല്ല കാര്യത്തിനല്ല ചോദിക്കുന്നത്, ഒരു ജാതകം ഉണ്ടെങ്കിൽ പറയൂ എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ ജാതകമൊന്നും എനിക്കറിയില്ല, എന്തിനാ അപ്പോൾ നിങ്ങളുടെയൊക്കെ നിങ്ങളുടെ ജാതകമൊക്കെ ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾക്കൊന്നും ഒരിക്കലും കല്യാണം കഴിയാൻ പോകുന്നില്ല, അങ്ങനെ അഥവാ കല്യാണം കഴിഞ്ഞാൽ നിങ്ങളൊന്നും ഒരിക്കലും ഗുണം പിടിക്കാനും പോണില്ല എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ആ പെൺകുട്ടികളായിട്ട് സുഖമായിട്ട് ജീവിക്കില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹരീഷ് ദേഷ്യം വന്നിട്ട് പറയും, എങ്ങനെ ഞങ്ങൾ ജീവിക്കുക, നിങ്ങളുടെ മക്കളല്ലേ എന്ന് പറയുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് എന്തായാലും അപ്പോൾ നമ്മുടെ സുഭാഷ് ഏട്ടൻ ഉള്ളിൽ പോകുന്നുണ്ട്. എന്തായാലും നമ്മുടെ നിധി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കേണ്ട. ആ സമയത്ത് നമ്മുടെ സുധീഷ് പറയുന്നത്, ഞാനൊരു ഐഡിയ പറയാം, പക്ഷെ നിധി എന്നെ ചീത്ത പറയരുത് പറയും. ആ ഇല്ല എന്താ വെച്ചാൽ പറഞ്ഞോളൂ പറയുന്നത്. ഞാൻ ഒരു പണിക്കരെ കണ്ടിട്ട് ഞാൻ നോണ ജാതകം എഴുതിയിട്ട് കൊണ്ടുവരാം, ആ ജാതകം ഏത് പെൺകുട്ടി ആയിട്ട് നോക്കിയാലും എല്ലാ ഐശ്വര്യമുള്ള ജാതക പ്രകാരം എഴുതിയിട്ട് വരാം, സുഭാഷ് ഏട്ടന് നല്ല ജോലി കിട്ടുന്നു, എല്ലാ കുറേ കുട്ടികളുണ്ടാവുന്നു, നല്ല ഐശ്വര്യമുള്ള ജാതകമാണെന്ന് പറഞ്ഞ് ഞാൻ എഴുതി കൊണ്ടുവരാമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നിധി പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഐഡിയ തോന്നുന്നു, ഇതൊക്കെ ഏതെങ്കിലും ഒരു പണിക്കർ എഴുതി തരുമോ, അതൊക്കെ ഞാൻ എഴുതിയിട്ട് കൊണ്ടുവരട്ടെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നിധി സമ്മതിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷ് പറയുന്നുണ്ട്, ഞങ്ങളെപ്പോലെ നിധിക്ക് ഇപ്പോൾ ക്രിമിനൽ ബുദ്ധി തുടങ്ങിയില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നികേഷ് പറയുന്നുണ്ട്, ഏട്ടാ ഞങ്ങളെപ്പോലെയല്ല സുധീഷ് ഏട്ടനെ പോലെ എന്ന് പറയൂ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നിധി ചിരിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ സുധീഷും ഹരീഷും കൂടി ജാതകം എഴുതാൻ പോകുന്നുണ്ട് പണിക്കരുടെ അടുത്തേക്ക്. പണിക്കരാണെങ്കിൽ അങ്ങനെ നോണ ജാതകം എഴുതി തരില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ സുധീഷ് ഭീഷണിപ്പെടുത്തി അയാളെ കൊണ്ട് എഴുതിപ്പിക്കുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.